കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പാർട്ടിയെ പ്രതിചേർത്ത ഇ.ഡി. നടപടിയിൽ CPIM പ്രതിരോധത്തിൽ. പാർട്ടിയെ പ്രതിചേർത്തതും സ്വത്തുക്കൾ കണ്ടുകെട്ടിയതും നിയമപരമായി നേരിടാനാണ് CPM നീക്കം. സ്വത്തുക്കൾ മരവിപ്പിച്ചതായ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി M.M. വർഗീസ് പറഞ്ഞു. ഇ.ഡി. നടപടി രാഷ്ട്രീയ പകപോക്കൽ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും പ്രതികരിച്ചു. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ക്ഷീണം മാറും മുൻപെയാണ് കരുവന്നൂർ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുരുക്ക്. തോൽവിക്കിടയാക്കിയത് കരുവന്നൂർ തന്നെയെന്ന് ഘടകകക്ഷികൾ ആവർത്തിക്കുന്നതിനിടെയാണ് CPIM-നെ തന്നെ പ്രതിചേർത്തത്. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ജില്ലാ സെക്രട്ടറി M.M. വർഗീസിനെയും മുൻമന്ത്രി A.C. മൊയ്തീനെയും പ്രതിചേർക്കാനുള്ള നീക്കം പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് CPIM ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. കാര്യങ്ങൾ അത് എന്താണെന്ന് പറയട്ടെ, അറിയട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നീക്കങ്ങളുണ്ടോ ഇല്ലയോ, ഇത് നമുക്ക് അറിയാത്തൊരു കാര്യത്തിൽ ഞാൻ അങ്ങനെ മുൻകൂർ പ്രതികരിക്കാൻ കഴിയില്ല. CPIM-ന്റെ അക്കൗണ്ടും സ്വത്തുക്കളും കണ്ടുകെട്ടിയ ഇ.ഡി. നടപടിയിൽ പ്രതികരിക്കാൻ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തയ്യാറായില്ല. ഇ.ഡി. നടപടി രാഷ്ട്രീയ പകപോക്കലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പ്രതികരിച്ചു. രാഷ്ട്രീയമായ പ്രതിയോട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ വേറൊരു പതിപ്പാണ്. ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ തെളിവ് എന്ന് പറഞ്ഞിട്ട് തികച്ചും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും. രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന CPIM-ന് കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ സുതാര്യതയില്ലെന്ന് BJP നേതാവ് V. മുരളീധരന്റെ കുറ്റപ്പെടുത്തൽ. രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന ആളുകളാണ്. സുതാര്യതയുടെ വക്താക്കളായിട്ടാണ് ഇലക്ടറൽ ബോണ്ടിനെതിരായിട്ട് ഞങ്ങൾ കേസ് കൊടുത്തത് എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ ഇരുന്നിട്ട് എല്ലാ ദിവസവും അവകാശവാദം ഉന്നയിക്കുന്നത്. ഇ.ഡി. നീക്കത്തെ നിയമപരമായി നേരിടുന്നതിനൊപ്പം രാഷ്ട്രീയ വേട്ട തുറന്നുകാട്ടി ജനകീയ പ്രതിരോധമൊരുക്കാനാണ് CPIM തീരുമാനം. 24 തൃശൂർ.